ഡാ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നേ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. പണിണ്ടേ. ഇങ്ങോട്ട് വാടാ. ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കേ. പണി മോലാളി ചേർത്ത പറയും കളക്കണ ഗുണ. ഇരിക്കടാ. മോലാളി ചീത്ത പറയും പണി എടുക്കണ്ടേ. ഞാൻ തന്നെ അല്ലടാ മുതലാളി. നീ ജിമ്മിന് പോകുന്നുണ്ടോ? പണ്ട് കളരി പഠിച്ചു രണ്ടുള്ള പച്ചിന്. എന്താടാ നിന്റെ ബോഡിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? കാണു വെച്ചണ്ടാ സത്യം. സൂപ്പർ അല്ലേ? പിന്നെ നിന്റെ വീടെവിടെയാ? വീടെവിടെയാ? വീട് ഇവിടെ പുത്തമ്പള്ളി. വീട്ടിലാരൊക്കെ ഉണ്ട്? നാണ് അമ്മ മാത്രം. ഞങ്ങള് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസാക്കി ഇവിടെ 25 വർഷമായി. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഇല്ലേ? എന്താടാ ഇത്രയും ആയിട്ട് കഴിക്കാത്ത? എന്താ കഴിക്കാത്ത? പുറിയില്ല. എത്ര വയസ്സായി? എത്ര വയസ്സായി നിനക്ക്? 33. കല്യാണം കഴിക്കണമെന്ന് തോന്നില്ലേ? ആരൊക്കെ വീട്ടില്? അമ്മ ഉണ്ട്, തങ്കച്ചി. ഓ തങ്കച്ചി എത്ര പേര് ഇருக்கு? രണ്ടാളുണ്ട്. ഞാൻ മലയാളം ശരിക്ക് പറഞ്ഞുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഇഷ്ടായോടാ? ഇഷ്ടായോ? കൊള്ളാം കൊള്ളാം. ഇത് നോട്ടത്തിലൊരു പ്രത്യേകത ഉണ്ട് ട്ടാ. அப்படியா? കൊള്ളാം കൊള്ളാം. ഹെൽപ്പ് നാണ് ആക്കണ ചെൽവേ ആക്കിത്തരാം. എന്താ ഞാനാക്കിക്കോളാം. അറിയോ ഇതൊക്കെ ചെയ്യാൻ? നിങ്ങളെ ഭർത്താവില്ല? ഭർത്താവ് ചേട്ടൻ പണിയൊന്നും ഇത് ഹെൽപ്പ് ചെയ്യില്ല? അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളൂലാന്ന്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഒന്നിനും കൊള്ളൂല. മോശമുള്ള എടാ നിനക്ക് എന്റെ കഥ വല്ലതും അറിയോ? ഒരുപാട് പണമുണ്ട്, പക്ഷെ എന്താ കാര്യം? ഡെയിലി കള്ളുടിച്ച് വരുന്ന ഭർത്താവ്. ഒരു കാര്യമില്ല. ഈ ഡെയിലി ഇവിടെ വർക്കിന് വരൂ. അതിന് മാത്രം എന്റെ ഇവിടെ പണിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാക്കി തരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാലോ. ഭർത്താവ് മോശപ്പെട്ട ആളാണ്? എന്നും കള്ളുകൂടിയാ. ഒരു സ്നേഹവും ഇല്ലടാ. ചേച്ചി നല്ല സുന്ദരിയല്ലേ? എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നീ എന്നും വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. നല്ലൊരു ഫ്രണ്ട്സ് ഒന്നും ഇല്ലടാ എനിക്ക്. നീ വരുമോ? കൂലി തരുമോ? പിന്നെ കൂലിയൊക്കെ ഞാൻ തരും.
അക്കാര്യത്തിൽ നീ ബേജാറാവണ്ട. എന്താണ് ഇവിടെ ഇരിക്കണേ? അതാണ് എന്റെ ഭർത്താവ്. ആള് വെള്ളടിച്ചിട്ട് വെള്ളടിച്ച് വന്നേക്ക്. വെള്ളടിച്ചിട്ടുണ്ടല്ലേ? ചേട്ടാ അവിടെ പണിക്ക് വന്ന ആളെ ചേട്ടാ, പണിയുടെ ആളാണ് ചേട്ടാ. എന്ത് പണിയുടെ പുറത്ത് പണിയെടുക്കുമ്പോ ചേച്ചി വിളിച്ച് വർത്താനം പറഞ്ഞിരുന്നു. അതാ. നിങ്ങൾ നമ്മൾ എന്താ പരിപാടി? ഒന്നുമില്ല വെറുതെ വർത്താനം പറഞ്ഞിരുന്നു. പണിയെടുക്കാൻ പോയവരെ അത് പണിയാണ് ചേട്ടാ. പണി സംസാരം കുറച്ചിരുന്നു, അത്രേ ഉള്ളു പ്രശ്നം. എന്ത് പണി? ചേച്ചി സംസാരം ഉണ്ട് പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് കുറച്ചിരുന്നു. അതിന് എന്താ പ്രശ്നം? എന്ത് സംസാരം? ചെയ്യാടെന്താ പറഞ്ഞു? ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരുന്നു. എന്താ ഇത്ര സംസാരിക്കാല്ലേ? ഇപ്പൊ എന്റെ പുതിയ സംബന്ധക്കാരനായിരിക്കില്ലേ? നിന്നെ ആ പാവത്തിനെ വിട്. എന്തിനീ പാവത്തിന് തല്ലുന്നേ? അതേടാ, എന്റെ സംബന്ധക്കാരൻ തന്നെയാണ്. നിന്നെ കൊണ്ട് എന്തിനേം പറ്റുന്നുണ്ടോ? രാപ്പകൽ കള്ളും കുടിച്ച് നടക്കുക എന്നല്ലാണ്ട് നീ എന്താ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നേ? ഈ ഒരു പാവത്തിനോട് ശരിയാ, ഞാൻ കുറച്ചേരം സംസാരിച്ചു. നിന്നെ കൊണ്ട് എന്തിനു കഴിയും? വേറെ ഒന്നും ചേട്ടാ, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക ചേട്ടണ്ടായിരുന്നു. നീ ഒരു ദിവസമെങ്കിലും എന്റെ മുഖത്തൊന്ന് നോക്കിയിട്ടുണ്ടോ? നല്ലൊരു വർത്തമാനം നിന്റെ വായോണ്ട് എന്നോട് ഉണ്ടായിട്ടുണ്ടോ? എടാ, നിനക്ക് എനിക്കൊരു കുഞ്ഞിക്കാൽ തരാൻ പറ്റിയിട്ടുണ്ടോടാ ഇതുവരെ? എന്നും നിന്റെ ഈ ആട്ടും തൂപ്പും അല്ലേ ഞാൻ അനുഭവിക്കുന്നത്? ഈ വീടും സ്വത്തും പറമ്പും എല്ലാം എൻ്റെ പേരിലാ. ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഞാനേ ഇവരുടെ കൂടെ തന്നെ ജീവിക്കാനാ തീരുമാനിക്കുന്നത്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. ചേച്ചി നിന്നെക്കാളും ബെസ്റ്റാടാ ഇവൻ.